ഹായ് ഫ്രണ്ട്സ്, ഹർഷിത കുക്കിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ നോക്കുമ്പോൾ എന്നും ഇഡ്ഡലിയല്ല, ദോശ, ചപ്പാത്തി, പൂരി തിന്ന് വയ്യ. എന്നാൽ ഇന്ന് മാത്രം പൊങ്കൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. ഞാൻ ഇന്ന് വരയ്ക്ക് ഈ പൊങ്കൽ ചെയ്തിട്ടുമില്ല, ഞാൻ കഴിച്ചിട്ടുമില്ല. ചെന്നൈയിലിരുന്നിട്ട് പോലും ഞാൻ പൊങ്കൽ വയ്ക്കാറുമില്ല. ഞാൻ പിള്ളേർ ഉറങ്ങണ നേരം നോക്കി അവരേൽ ചോദിച്ചു പോലുമില്ല. ശരി, പച്ചരി ഇന്നലെ റേഷൻ കടയിൽ നിന്ന് റേഷൻ വാങ്ങിയ പച്ചരി ഉണ്ടായിരുന്നു. അത് നല്ല പച്ചരിയായിരുന്നു. അതിനെ എടുത്ത് 2 ഗ്ലാസ് പച്ചരിയും 1.5 ഗ്ലാസ് പരിപ്പും ഇട്ട് 2 സൈസ് പരിപ്പാണ് ചേർത്തത്. പരിപ്പും ചേർത്ത് പൊങ്കൽ വെച്ച് നോക്കാമെന്ന് വിചാരിച്ച്. വെൺപൊങ്കലാണ്. അതിന് കഴുകി വെച്ചിട്ട് കുതിർത്താണ് ചേർക്കേണ്ടത്. പക്ഷെ എനിക്കതിനൊന്നും ടൈമില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ജീരകവും കുരുമുളകും, പൊടിക്കാത്ത കുരുമുളകാണ്, കുരുമുളകിട്ട് ഞാൻ ഇത്രയും തന്നെ എടുത്തോളൂ. എന്നാൽ ഈ പിള്ളേർ ആ മുളകിനെ എടുത്ത് കളയെ തന്നെ ചെയ്യും. അടുത്ത ആവശ്യത്തിന് ഉപ്പ് ഇടണം. അരമണിക്കൂർ കുതിർത്തിട്ട് നമ്മൾ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് പണി തീരുമായിരുന്നു. പക്ഷെ ഞാൻ മടിച്ചായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെ കുതിർക്കാൻ വേണ്ടി ഇടണമെന്ന് വിചാരിച്ചു നൈറ്റ്, പക്ഷെ നടന്നില്ല. ഇത് 2 ഗ്ലാസ് പച്ചരിക്ക് 1.5 ഗ്ലാസ് പരിപ്പ്. ഞാൻ ഈ ഒരു ചെമ്പ് നിറച്ചതാണ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റായിരിക്കും. വേണമെങ്കിൽ അതിന് ശേഷം വെള്ളം കുറവെങ്കിൽ തിളച്ച വെള്ളം വീത്താമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഇത് ബാട്ടിലിരുന്നപ്പോൾ കോരി വാരിയിട്ട് എല്ലാം ഞാൻ തീർത്തു. ഇപ്പോൾ ഈ കവറിൽ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് കയ്യിലിരുന്നതിനെയും കൂടെ അതിൻ്റെ അകത്താക്കണത്. എന്തോന്ന് ഇരിക്കുമ്പം അങ്ങനെ വാരിയിടും. കുറച്ച് ഇല്ലാത്തപ്പോൾ കുറച്ച് കഞ്ചത്തനം കാണിക്കും. അങ്ങനെ ഒരു 10 പിസിലെങ്കിലും കേൾക്കണം. അപ്പോൾ തന്നെ നല്ല വെന്തിരിക്കും. പപ്പിക്ക് മാത്രം എന്ത് കൊടുത്തു നോക്കണം വച്ചിട്ട് വെൺപൊങ്കൽ കഴിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 10 കാണിക്കുന്നത് 10 വിസിലാണ് കൈവശം കാണിക്കുന്നത്. 10 വിസിലിട്ട് ഇറക്കണം. ആ നേരം കൊണ്ട് ഒരു ചട്നി, തേങ്ങാ ചട്നി ചെയ്യണമെന്ന് വിചാരിച്ചു. പൊങ്ങൽ റെഡി ആയെന്ന് തോന്നുന്നു. പക്ഷെ തണ്ണി കറക്റ്റായിരുന്നു. കണ്ടോ, ഫസ്റ്റ് കരണ്ടി വെച്ച് ഇളക്കാതെ ഇത് വെച്ച് അമക്കി വിടണേ. എൻ്റെ ബുദ്ധീനെ നോക്കി അത്രയ്ക്ക് മണ്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവിടെ ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നു. അതിനടുത്താണ് വീട്ടിൽ പച്ചവെള്ളം എന്ന് പറഞ്ഞിട്ട് വിചാരിക്കല്ലേ. ശരി, അതിനടുത്ത് മാറ്റി വെച്ചിട്ട് അടുത്ത് കരണ്ടി വെച്ച് തന്നെ ഇളക്കേണ്ടി വന്നു. ഫസ്റ്റ് ഞാൻ അങ്ങനെ ചെയ്തിരുന്നാൽ മതിയായിരുന്നു. എല്ലാമേ വേണ്ടാത്ത പോലെ തന്നെ ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു. നന്നായിട്ട് വെന്ത് തന്നെ ഇരുന്നത്. അത് ഇതെല്ലാം ഇളക്കി പറക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേണം ചമ്മന്തി ചെയ്യാൻ. ഇവിടെ ചട്നി എന്നാണ് പറയുന്നത്. എന്താണ് ഞാൻ ചട്നി പറയുന്നത്. തേങ്ങ ഒന്ന് തൊലിച്ചെടുക്കാനുണ്ട്. തേങ്ങയ്ക്കെല്ലാം ഭയങ്കര വിലയാണ്. അടുത്തതിന് ചെറുതായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം വീത്തിയതല്ലേ അത് വേണ്ട. ലൈറ്റ് ഉപ്പ് കുറവായിരുന്നു. ഞാൻ പിന്നീട് ക്യാമറ ഓഫാക്കിയിട്ട് ലൈറ്റ് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് വെച്ച് തന്നെ ആമക്കണം. പിള്ളേരെ എണീറ്റിട്ട് എന്തിനമ്മ ചെയ്യുന്ന കളി കിണ്ടണമെന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കണം. അതുകൾ ഒരു നക്കൽ കണ്ട മനുഷ്യന് വഴിയാണ്. ഇത് കണ്ട കളി എന്നേ പറയുള്ളൂ. പൊങ്കലെന്ന് ആർക്കും മനസ്സിലാവൂല.
എങ്ങനെയൊക്കെ എന്നെ ആക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ എൻ്റെ പിള്ളേരെ എന്നെ ആക്കും. മതിയമ്മ കളി കിണ്ടിയത് പാത്രത്തിൽ വെച്ച് തരിയെന്ന് പറയണം. അല്ലെങ്കിൽ അതിൽ കുറച്ച് പഞ്ചാര ഇടി, അല്ലെങ്കിൽ കുറച്ച് ശർക്കര ഇട്ടോന്ന് ഞാൻ പറയുന്നത്. അതുകളെടുത്ത മക്കളെ ഇത് പൊങ്കലാണെന്ന്. അടുത്ത് നമുക്ക് ചട്നി ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഒരു പച്ചമുളകും ഹൈറ്റ് ക്യാമറയ്ക്ക് സെറ്റാകത്താണ്ടാണ് ഉപ്പും ബാട്ടിലിൻ്റെ പുറത്ത് തന്നെ മിക്സി ജാറിന് അത് മല്ലിത്തല, അത് ഒരു കഷ്ണം ഇഞ്ചി, അടുത്ത് കുറച്ച് ജീരകം ഇടണം. ഞാൻ ജീരകം ചേർക്കാറുണ്ട്. അടുത്ത് ലൈറ്റ് ഒരു 5-6 പിഞ്ച് പോയ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു. ഉള്ളി തീർന്നിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഉള്ളി തന്നെ എടുത്തത്. അടുത്ത് കുറച്ച് പൊട്ടുകടല എടുക്കണം. പൊട്ടുകടല ഇട്ടാൽ നല്ല ടേസ്റ്റ് അല്ലേ, അതുകൊണ്ടാണ് ഞാൻ പൊട്ടുകടല ഇടുന്നത്. അടുത്ത് കുറച്ചെന്തോ നടണം. തേങ്ങ. അയ്യോ, ഞാൻ തേങ്ങേനെ ചെറുതായിട്ട് കുറച്ചും കൂടെ ഇങ്ങനെ രണ്ടായിട്ട് കട്ടാക്കി. ലാസ്റ്റ് എനിക്ക് അരയണേ ഇല്ലായിരുന്നു. ഞാൻ എന്തൊരു കാണിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ലാസ്റ്റ് അരച്ച് നോക്കിയിട്ട് അറിയാൻ തന്നെ അതിനെ പിഴിഞ്ഞ് ഞാൻ മാറ്റിയിട്ട് കുറച്ച് ചട്നി കിട്ടിയുള്ളൂ. എല്ലാം എൻ്റെ മടി കാരണമാണ്, വേറെ ഒന്നുമില്ല. എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടിട്ടാണ് തേങ്ങ എല്ലാം എനിക്ക് വേസ്റ്റായി പോയത്. എൻ്റെ പിള്ളേരാണ് എന്നെ കിടന്നിട്ട് സൗണ്ട് ഇട്ടോണ്ട് എന്തിന് ഈ തേങ്ങയെല്ലാം വേസ്റ്റ് ആക്കണം, കുറച്ച് അരിഞ്ഞ് എടുത്തുകൂടി ടൈം എടുത്തൊന്നും. ഇവിടെ തിരുവല്ലയില്ല. എനിക്ക് തിരുവിയ നേരമാകുമെന്ന് പറഞ്ഞിട്ട് അതിനും എനിക്ക് മടിയാണ്. അടുത്ത് തന്നെ അരച്ചെടുത്തിട്ട് മിക്സി ജാറിൽ അടുത്ത് ഉപ്പ് ചേർക്കണമല്ലോ. ചെയ്യാം, എല്ലാവർക്കും ആ ടൈം നോക്കി വിശക്കണം. ഞാൻ ഒരു ദിവസം ലേറ്റായിട്ട് എണീറ്റാൽ മാത്രമേ ഉള്ളൂ ഇവിടെ പ്രശ്നം. അവരൊക്കെ എത്ര ദിവസം ലേറ്റായി എണീറ്റാലും ആരും ഒന്നും പറയില്ല. പിള്ളേർക്ക് വിശക്കണമെന്ന് പറഞ്ഞാൽ അങ്ങേര് കിടന്ന് സൗണ്ട് ഇടും. എനിക്ക് കുറച്ച് നേരത്തെ എണീറ്റൂടെ. ഞാൻ ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ ബാക്ക് ക്യാമറയാണ് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ചമ്മന്തിയെല്ലാം അരച്ചിട്ട് നിങ്ങളടുത്ത് കാണിക്കുകയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു പൊങ്കൽ കൊള്ളൂലായിരിക്കുമെന്ന്. പക്ഷെ ചട്നി വീഴ്ത്തി കഴിച്ചാൽ തന്നെ ടേസ്റ്റായിരുന്നു. എന്നിട്ട് അവിടെയെല്ലാം കുറച്ച് തുറച്ചിട്ടാൽ തന്നെ എനിക്ക് ശരിക്കും പോകുള്ളൂ. അടുത്ത് കുറച്ച് ഇച്ചിരി നെയ്യും ഉണ്ടായിരുന്നുള്ളൂ. അതും കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് പാതി വായിലും പോയി കുറച്ച് തന്നെ എടുത്ത് ആ എണ്ണയിലിട്ട് വതക്കി അതിൽ ചേർക്കണമല്ലോ. അതിന് 1, 2, 3 ഒഴിക്കുന്ന സീനിട്ടത് കണ്ട് അതിനിട്ട് പേസ്റ്റ് നമ്മൾ ലാസ്റ്റ് പേസ്റ്റ് തീരുമ്പോൾ പിഴിഞ്ഞെടുക്കൂല, അതുപോലെയാണ് ഞാൻ വീതിക്ക് നക്കി എടുക്കുന്നത്. അതിലൊന്നുമില്ല. എന്നാലും എനിക്കത് കളയാൻ മനസ്സ് തോന്നുന്നു. നെയ്യുടെ ടേസ്റ്റ് ഇരുന്നാലേ പൊങ്കൽ സൂപ്പറായിരിക്കുള്ളൂ. അതുകൊണ്ട് അതിൽ ലൈറ്റ് എണ്ണയും കൂടെ ചേർത്തിട്ട് അതിലും ഞാൻ ഒരു മണ്ടത്തരം കാണിച്ച് ഗ്യാസ് അടുപ്പിന് നല്ല ഇത് കൂട്ടി വച്ചിരുന്നു. അത് കുറച്ച് വെച്ചെന്ന് വിചാരിച്ചിട്ട് കൂട്ടിയാണ് ഞാൻ വച്ചിരുന്നത്. അതിന് നോക്കുമ്പോൾ എന്തായി, അണ്ടിപ്പരിപ്പെല്ലാം കരിഞ്ഞു വാരി. എൻ്റെ പിള്ളേർ അടുത്ത് തന്നെ കളിയാക്കണം, അമ്മ എന്തിരി കരി വാരി ഇട്ടാന്ന്. ഇത്രയ്ക്ക് കരിഞ്ഞാണ്ട. ഞാൻ കുറച്ചാണ് വച്ചിരുന്നത്, എന്നിട്ട് ഞാൻ ഓടിപ്പോയി അതിനെ കൂട്ടി വച്ചിരിക്കണം. അപ്പം എനിക്ക് ഭ്രാന്തല്ലേ. എല്ലാ അണ്ടിപ്പരിപ്പും കരിഞ്ഞ് അതിൽ വായിലിരിക്കണ ഫുള്ളും കേട്ടെ. ലാസ്റ്റ് അതിൽ കഴിച്ചു. എന്നാലും അവരെന്നെ കളിയാക്കുമ്പോൾ എനിക്ക് ഒരുമാതിരി ഇരുന്നു. അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഞാൻ എപ്പോഴും അവരെ കളിയാക്കും. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ വേണ്ടി അവർ കാത്തിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അതിന് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഈ തെറ്റ് പറ്റൂല. അവിടെ തന്നെ ഞാൻ നിൽക്കണം കറങ്ങിയും ചുറ്റി. എന്തിനു ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ആ നേരം നോക്കിക്കോളി.
അത് അണ്ടിപ്പരിപ്പിൻ്റെ കളർ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഇവയ്ക്ക് എന്തിൻ്റെ കേടാണെന്ന്. അതുകൊണ്ട് അത് കരിഞ്ഞു പോകാറുണ്ട്. എന്നാൽ ഞാൻ വേറെ എന്തൊരു ഗവനത്തിൽ അങ്ങനെയും നിൽക്കും. എന്തിനെങ്കിലും ഒരു പണി നോക്കാൻ വരും, എൻ്റെ മൈൻഡ് വേറെ എവിടെയോ പോവും. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയും. കരിക്കട്ട് തന്നെയല്ലേ പിള്ളേർ പറയുമ്പോൾ. അതിൽ നിന്ന് കുറച്ച് എണ്ണയെടുത്ത് ഞാൻ ചട്നിയിലെടുത്ത് വീഴ്ത്തി കൊടുക്കുകയാണ്. എനിക്ക് അടുവൊന്നും താളിക്കാൻ നിന്നില്ല, ടൈം ആയതുകൊണ്ട്. അവിടുത്തേനും ഓഫാക്കി കുറച്ച് ഇഞ്ചി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ എടുത്ത് ഇട്ടിട്ട് ഇതിനെയെല്ലാം നമുക്ക് ആ പൊങ്കലിൽ ചേർക്കുമ്പോൾ തന്നെ കുറച്ചും കൂടെ ടേസ്റ്റ് ഇരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് അറിയാം പൊങ്കൽ ചെയ്യാനാണ്, പക്ഷേ ഇന്ന് ഞാൻ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതെനിക്ക് വീഡിയോ ഇട്ട് എടുത്തിടണമെന്ന് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്ത് തെറ്റിയിരുന്നാലും നിങ്ങളത് പറയുക, അടുത്ത് തിരുത്താൻ നോക്കാം. അടുത്ത് അങ്ങനെ അടുത്ത് വീഴ്ത്തി. എൻ്റെ വീട്ടിൽ വളർത്തുന്ന പപ്പിക്ക് ഒരിക്കൽ ഞാൻ പൊങ്കലും ചട്നിയാണ് കൊടുത്തത്. അവളും കഴിച്ചിട്ടാണ് എന്താ കയറി കടക്കണം. എനിക്ക് ഈ പൊങ്കലേ ഉള്ളൂ തള്ളിയെന്ന് പറഞ്ഞിട്ട്. അടുത്ത വന്ന് പ്ലേറ്റിൽ വെച്ച് ഫോട്ടോ എടുത്തതോടെ എൻ്റെ പണി തീർന്നു. അടുത്ത് അവിടെ നിന്ന് തന്നെ എനിക്ക് ഇറങ്ങണം. പ്ലേറ്റ് എടുത്തതിൽ കോരാൻ വേണ്ടിയിട്ടാണ് അടുത്ത് പിള്ളേർ കിടന്ന് കേട്ടോണ്ടേയിരിക്കുന്നത്. അടുത്ത് രണ്ട് പേർക്കുള്ളതാണ് ഇതെടുത്ത് വെച്ചിരിക്കുന്നത്, 2 മക്കൾക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ പിടിച്ചിരുന്ന നിങ്ങളെ സപ്പോർട്ട് മാത്രം നിങ്ങൾ അറിയിക്കുക. ഓക്കെ, ബൈ.